വിശ്വാസത്തിലും സത്യത്തിലും വിജയം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ബൈബിളിലെ ഉൽപ്പത്തി 39-ാം അധ്യായത്തിൽ നിന്ന് വിശ്വാസം, പരീക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. സഹോദരന്മാർ ഈജിപ്തിലേക്ക് വിറ്റ ജോസഫ് ഒരു പുതിയ വീട്ടിലേക്ക് വന്നു. പോത്തിഫർ എന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വിജയവും അനുഗ്രഹങ്ങളും ഉറപ്പാക്കി. ജോസഫ് വളരെ വിശ്വസ്തനും സത്യസന്ധനുമായിരുന്നു. അതിനാൽ പോത്തിഫർ തൻ്റെ മുഴുവൻ വീടിൻ്റെയും ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. യോസഫിൻ്റെ കഠിനാധ്വാനവും സ്വഭാവവും കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം സമൃദ്ധിയും ബഹുമാനവും കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഒരു ദിവസം പോത്തിഫറിൻ്റെ ഭാര്യ യോസേഫിനെ പ്രലോഭിപ്പിച്ചു. അദ്ദേഹം നിഷേധിച്ചപ്പോൾ അവർ അദ്ദേഹത്തിനെതിരെ വ്യാജമായി കുറ്റം ചുമത്തി. ജോസഫ് തടവിലാക്കപ്പെട്ടു. എന്നിട്ടും യോസേഫ് ദൈവത്തിൽ വിശ്വസിച്ചു. ജയിലിലും ദൈവം അവനോടൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ഓരോ ഉത്തരവാദിത്വവും വിജയകരവും മാന്യവുമായി മാറി. ഉൽപ്പത്തി 39 നമ്മെ പഠിപ്പിക്കുന്നു, ദൈവമുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരോത്സാഹത്തോടെ ഏത് പ്രലോഭനത്തെയും തെറ്റായ ആരോപണത്തെയും മറികടക്കാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.